ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. സങ്കീർത്തന പുസ്തകം ദൈവത്തിൻ്റെ പാട്ടുപുസ്തകം എന്നാണ് വിളിക്കുന്നത്. ദൈവത്തിൻ്റെ പാട്ടുപുസ്തകം. ആ ദൈവത്തിൻ്റെ പാട്ടുപുസ്തകത്തിലെ ഒന്നാമത്തെ പാട്ടാണ് ഒന്നാം സങ്കീർത്തനം. ഒന്നാം സങ്കീർത്തനം സങ്കീർത്തനങ്ങളുടെ ഒരാമുഖമാണ്, ആരംഭമാണ്. അത് കർത്താവായ യേശുക്രിസ്തുവിന് ഗിരിപ്രഭാഷണം പോലെ ഭാഗ്യവർണ്ണനയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം നീതിമാന്റെ സൗഭാഗ്യവും ദുഷ്ടന്റെ നാശവുമാണ്. ശിഷ്ട ദുഷ്ട വർണ്ണനയാണ് ഒന്നാം സങ്കീർത്തനം. നമുക്ക് അത് ശ്രദ്ധയോടെ ഒന്ന് വായിച്ചു കേൾക്കാം. വേദപുസ്തകമുള്ള എല്ലാവരും ഒന്നാം സങ്കീർത്തനം എടുത്ത് നോക്കി കേട്ടുകൊണ്ടിരിക്കുക. 6 വാക്യം വരെ, 1 മുതൽ 6 വരെ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ അത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. നിങ്ങൾക്കത് വായിച്ചപ്പോൾ മനസ്സിലായി, ഇവിടെ 4 കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. 4 കഥാപാത്രങ്ങൾ. 1 ദുഷ്ടൻ. ഒന്നാമത്തെ വാക്യത്തിൽ തന്നെയുണ്ട് 3 പേരുടെ കാര്യം. 1 ദുഷ്ടൻ, 2 പാപി, 3 പരിഹാസി. ദുഷ്ടന്മാർ, പാപികൾ, പരിഹാസികൾ. 6-ാമത്തെ വാക്യത്തിൽ നീതിമാൻ. ദൈവത്തിൻ്റെ മഹത്വം. ദുഷ്ടൻ എന്ന് പറയുന്ന അൺഗോഡിലി, അവിശ്വാസിയാണ്, നീതികെട്ടവനാണ്, തിന്മയുടെ മൂർത്തിമത് ഭാവമാണ്, നന്മയുടെ കണികയില്ലാത്തവനാണ്. അവൻ തികഞ്ഞ അവിശ്വാസിയാണ്, ദൈവത്തെ ഭയമില്ലാത്തവനാണ് ദുഷ്ടൻ, an ungodly man. 2ാമത് പറഞ്ഞിരിക്കുന്നത് പാപികൾ, സിന്നേഴ്സ്, കുറ്റവാളികളാണ്, മനഃപൂർവ്വം പാപം ചെയ്യുന്നവരാണ്, ദോഷം ചെയ്യുവാൻ ഭയമില്ലാത്തവരാണ്. അതിൻ്റെ അർത്ഥം തന്നെ ലക്ഷ്യം തെറ്റിയവൻ എന്നാണ്. ദൈവത്തിൽ നിന്ന് മുഖം തിരിച്ച് പാപത്തിൻ്റെ വഴികളിലേക്ക് നടന്നു പോകുന്നതായ വ്യക്തികളെയാണ് പാപികൾ എന്ന് വിളിക്കുന്നത്. ദുഷ്ടൻ, പാപി. 3ാമത്തേത് പരിഹാസിയാണ്, സ്കോഫേഴ്സ്, മോക്കേഴ്സ്. ആധ്യാത്മിക മൂല്യങ്ങളെ പുച്ഛിച്ചു തള്ളുന്നവൻ, ദൈവത്തെയും ദൈവമക്കളെയും പരിഹസിക്കുന്നവൻ. വാച്യാർത്ഥത്തിൽ അവൻ ദൈവനിഷേധിയാണ്. വിശുദ്ധന്മാരെയും ദൈവികമായ കാര്യപരിപാടികളെയും നിന്ദയോടെ, പുച്ഛത്തോടെ കാണുകയും വിമർശിക്കുകയും ചെയ്യുന്നവനാണ് പരിഹാസി. 4ാമത്തത് ആരാണ്? നീതിമാനാണ്. വചനം വ്യക്തമായി പറയുന്നുണ്ട്, നീതിമാൻ ആരുമില്ല. പക്ഷേ കാൽവറിയിൽ ഒരുക്കിയതായ രക്ഷാ പദ്ധതി പ്രകാരം ആ വിശ്വാസത്താൽ കൃപയാൽ നീതീകരണം പ്രാപിച്ചവനാണ്. കാൽവറി കോടതിയിൽ നിന്ന് പാപിയെ നീതിമാനായി ഡിക്ലെയർ ചെയ്യുകയാണ്, മുദ്ര കുത്തുകയാണ്. നീതിമാൻ, റൈറ്റിയസ് മാൻ, ദയ ലഭിച്ചവർ. ദൈവത്തിന് സ്തോത്രം. ദുഷ്ടന്മാർ, പാപികൾ, പരിഹാസികൾ, നീതിമാന്മാർ. ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം, നിങ്ങളുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാകും, ദുഷ്ടന്മാർക്ക് അവരുടേതായ ആലോചനയുണ്ട്, പാപികൾക്ക് അവരുടേതായ വഴിയുണ്ട്, പരിഹാസികൾക്ക് അവരുടേതായ ഇരിപ്പിടമുണ്ട്, നീതീകരിക്കപ്പെട്ടവർക്ക് അവരുടേതായിരിക്കുന്ന വഴിയുമുണ്ട്. വളരെ വ്യക്തമായിട്ടാണ് സങ്കീർത്തനക്കാരൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ദുഷ്ടന്മാരുടെ ആലോചന,
പാപികളുടെ വഴി, പരിഹാസികളുടെ ഇരിപ്പിടം. ഇത് ഓരോന്ന് പറയുമ്പോഴും വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. കേട്ടിട്ട് പോയാൽ പോരാ. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, തുടർന്ന് ഇവരെക്കുറിച്ച് പറയുന്നത് ദുഷ്ടന്മാർക്ക് അവരുടേതായ നടപ്പുണ്ട്. ദൈവത്തിന് നടപ്പ്, അത് ജീവിത രീതിയെ കാണിക്കുന്നു. നടപ്പെപ്പോഴും ജീവിതത്തെ കാണിക്കുന്നതാണ്. അവിശ്വാസികൾ തന്നിഷ്ടപ്രകാരം നടക്കുന്നു, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു നടക്കുന്നു. ദൈവത്തെയും ദൈവത്തിൻ്റെ കാര്യപരിപാടികളെയും പരിശുദ്ധാത്മാവിനെയും ക്രൂശിലേക്ക് രക്ഷയെയും വിശ്വസിക്കാതെ തനിക്ക് ബോധിച്ചുകൊണ്ട് നടക്കുന്നു ദുഷ്ടന്മാരുടെ നടപ്പ്. രണ്ടാമതെന്താണ്? പാപികളുടെ നിൽപ്പ്. ദൈവത്തിൻ്റെ സ്തോത്രം. നിൽപ്പെന്ന് പറഞ്ഞാൽ നിലപാടാണ്. ഒരു ദൈവത്തിൻ്റെ നിലപാട് അത് പാപത്തിന് ചേർന്നതായിരിക്കരുത്, അത് ദൈവത്തിനും വിശുദ്ധിക്കും ചേർന്നതായിരിക്കണം. ആദ്യത്തെ സങ്കീർത്തനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത് ലോകത്തിൽ രണ്ടു കൂട്ടം ആളുകൾ മാത്രമേ ഉള്ളൂ, നീതിമാന്മാരും ദുഷ്ടന്മാരും. ദുഷ്ടന്മാരുടെ വഴിയും അവരുടെ അന്ത്യവും നാശകരമാണ്. ഒരു കാരണവശാലും അപ്രകാരം ഒരു ശാപഗ്രസ്തമായ അന്ത്യത്തിലേക്ക് ആരും എത്തരുത് എന്നുള്ളതായ ഒരേ ഒരു കൊതിയോടും ആഗ്രഹത്തോടും കൂടിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ വചനം തന്നുകൊണ്ടിരിക്കുന്നത്. ദുഷ്ടന്മാരുടെ നടപ്പ്, പാപികളുടെ നിൽപ്പ്, പരിഹാസികളുടെ ഇരിപ്പ്. രസിച്ചങ്ങനെ ഇരിക്കുകയാണ്. ചില സ്ഥലങ്ങളിലെല്ലാം ചെല്ലുമ്പോൾ അറിയാം, കൂട്ടായ്മയെയും വചനം പറയുന്നതായ ദൈവമക്കളെയും ദൈവത്തിൻ്റെ കാര്യപരിപാടിയും എല്ലാം പുച്ഛിച്ച് തള്ളി വിമർശിച്ച് അവരുടെ പോക്ക് കണ്ടില്ലേ? അവരുടെ കയ്യിലൊരു കറുത്ത പുസ്തകമൊക്കെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്ന് വിദേശത്ത് നിന്ന് പണമൊക്കെ വരുന്നുണ്ടാകും. അവർക്ക് വേറെ പണിയൊന്നുമില്ല വീട്ടിൽ. സ്ത്രീകളും വീട്ടിലിരിക്കില്ല. എന്തുമാത്രം പരിഹസിച്ചുള്ളതായ വാക്കുകൾ പറയാൻ ഒരു മടിയുമില്ലാത്ത, ദൈവഭയമില്ലാത്തതായ പരിഹാസികൾ. രസിച്ചുള്ളതായ, ആസ്വദിച്ചുള്ളതായ ഇരിപ്പും സംസാരവുമാണ്. ദൈവത്തിന് സ്തോത്രം. അതേ സമയത്ത് 6-ാമത്തെ വാക്യത്തിൽ പറയും, ദുഷ്ടന്മാരങ്ങനെയല്ല, നീതിമാന്മാർക്ക് അവരുടേതായ വഴി അവരറിയുന്നു. അവർക്കൊരു കാര്യം അറിയാം, ഈ ദുഷ്ടന്മാരുടെയും അവരുടെ ആലോചനയോ അവരുടെ വഴിയോ അവരുടെ ഇരിപ്പോ ഒന്നുമല്ല, ഞങ്ങൾക്ക് പോകാനൊരു വഴിയുണ്ട്. നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നീതിമാന്മാരുടെ വഴി, അതിനെക്കുറിച്ച് 2 കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. പറയുന്ന എന്താണ്? നീതിമാന്മാരുടെ വഴി ദൈവം അറിയുന്നു, എല്ലാം അറിയുന്നു. ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ കണ്ണ് കാണുന്നു. ഞാൻ പറയുന്നതെല്ലാം ദൈവം കേൾക്കുന്നു. ഞാൻ ഈ കാലങ്ങളിലെ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതും ഓരോ വാക്ക് പറയുന്നതും സ്വർഗം രേഖപ്പെടുത്തുന്നുണ്ടല്ലോ എന്നുള്ള ഭയത്തോടു കൂടെ തന്നെയാണ്. അതുകൊണ്ട് എപ്പോഴും മുഴുവൻ ശരി മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു ദൈവ ഭയവും ഞെട്ടലും വിറയലും ഈ കാലങ്ങളിൽ പാവപ്പെട്ട അടിയനെ ഭരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം അവരുടെ വഴി അറിയുന്നു, അവരുടെ കാലടികൾ എങ്ങോട്ടാണ് എന്ന് അറിയുന്നു എന്ന് മാത്രമല്ല, അവർക്ക് വഴി അറിയാം. സ്വർഗരാജ്യത്തിലേക്ക് പല വഴികളില്ല ദൈവമക്കളെ. ഓരോ സഭാവിഭാഗത്തിനും അവരുടേതായ വഴിയില്ല. ഓരോ കൂട്ടായ്മയ്ക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ, സ്വർഗത്തിലേക്ക് നയിക്കുന്ന അവരുടേതായ വഴിയില്ല. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയും, കർത്താവായി യേശുക്രിസ്തു കാൽവറിയിൽ തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തി തുറന്ന വിശുദ്ധിയുടെ വഴി മാത്രം. പല വഴികളിൽ ഒരു വഴിയല്ല കർത്താവായി യേശുക്രിസ്തു. ജീസസ് ഈസ് ദി ഓൺലി വേ, ഈസ് ദി ഓൺലി ലിവിങ് വേ, ഈസ് ദി ഓൺലി റൈറ്റ് വേ. ദയവ് ചെയ്ത് നിങ്ങൾ കാര്യമൊന്ന് മനസ്സിലാക്കുക. കർത്താവായി യേശുക്രിസ്തു ക്രൂശിൽ തുറന്ന വഴിയല്ലാതെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യത്തിൽ ഒരുക്കിയതായൊരു വഴിയില്ല. നിങ്ങളുടെ കണ്ണുകൾ പലപ്പോഴും പലതിലേക്കും പോകുന്നുണ്ട്. നിങ്ങളുടെ പ്രശംസകൾ പലപ്പോഴും പലതിലേക്കും വഴിമാറിപ്പോകുന്നുണ്ട്. ദൈവം പലപ്പോഴും ദൈവമക്കളുടെ ജീവിതത്തിൽ വരുന്ന പാപത്തേക്കാൾ അധികമായി മാനവും മഹത്വവും പുകഴ്ചയും കർത്താവിനും കർത്താവിൻ്റെ വഴിക്കും ക്രൂശിലൊരുക്കിയ രക്ഷയ്ക്കും മാത്രം കേന്ദ്രീകരിച്ച് കൊടുക്കുന്നതിന് പകരം പലതിലേക്ക് മാറിപ്പോകുന്നത് വേദനാജനകമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദൈവത്തിൻ്റെ സ്തോത്രം കർത്താവിലേക്ക് മാത്രമായിരിക്കണം.
ഇന്നും രാവിലെയും ഞാൻ പ്രാർത്ഥനയിൽ ധ്യാനിച്ചതായ ഒരു കാര്യമുണ്ട്. പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ സഭയ്ക്ക് പ്രാധാന്യമുണ്ടായിരുന്നു, മഹാപുരുഷന്മാർക്ക് പ്രാധാന്യമുണ്ടായിരുന്നു, സഭയിലേതായ അധികാര പത്രത്തിന് വിലയുണ്ടായിരുന്നു, നേതൃസ്ഥാനത്ത് നിൽക്കുന്നതായ പദവി ഉണ്ടായിരുന്നു. എല്ലാം ശരിയാണ്. തോന്നിവാസം ജീവിച്ചനല്ല, ന്യായപ്രമാണത്തിൽ നീതി സംബന്ധിച്ച് അനന്യനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. തെറ്റുകളിലേക്ക് തോന്നിവാസം നടന്നതായ അഴിഞ്ഞാടിയ ജീവിതം നയിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നില്ല. പക്ഷേ അവൻ നാശത്തിൻ്റെ പാതയിലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അത് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് വെളിപ്പെട്ട് കിട്ടി, വഴിമാറി. ഒരു കാര്യം നിങ്ങളെ ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആത്മീയ ജീവിതത്തിൽ മുന്നേറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് പ്രകടമായിരിക്കുന്ന പല തെളിവുകളില്ല, ഒന്നേ ഉള്ളൂ. അത് പൗലോസ്ലീഹ വളരെ വ്യക്തമായി, സ്പഷ്ടമായി, നിയതമായി പറയുന്നുണ്ട്. എന്താണത്? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ മുമ്പിൽ ഇരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കൂട്ടായ്മയിൽ ദൈവമക്കൾ അതൊന്ന് ശ്രദ്ധിച്ചേ. ദൈവത്തിന് സ്തോത്രം. എൻ്റെതായ കൺമുമ്പിൽ തെളിഞ്ഞു നിൽക്കേണ്ടത് സുവിശേഷ വേലയല്ല, വചനം പറയുന്ന ദൈവമക്കളല്ല, ഞാൻ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയല്ല, മറ്റെന്തെങ്കിലും പ്രവർത്തനമല്ല, ഏതെങ്കിലും സഭയല്ല, ഏതെങ്കിലും പെരുന്നാളല്ല, ഏതെങ്കിലും പുണ്യവാളനല്ല, ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രങ്ങളല്ല, ഏതെങ്കിലും കല്ലറകളല്ല. ഒരു കാര്യം മാത്രമേ എൻ്റെ കൺമുമ്പിൽ തെളിഞ്ഞു ജ്വലിച്ചു നിൽക്കുന്നുള്ളൂ. അതെന്താണ്? ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. അത് വളരെ വ്യക്തമായി അനുഭവിച്ചുകൊണ്ടും അറിഞ്ഞുകൊണ്ടുമാണ് ഒരു കാര്യം നമ്മളുടെ കൂട്ടായ്മയിൽ ഉയർത്തി പറഞ്ഞത്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുന്നു, പറയുന്നു, പ്രസംഗിക്കുന്നു. കൂട്ടായ്മയിൽ ഒരു ദൈവ ഇതിലെയും കണ്ണും കരളും അതിൽ നിന്ന് മാറിപ്പോകരുത്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ മഹത്വം. ദൈവമക്കളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദുഷ്ടന്മാരുടെ നടപ്പ്, പാപികളുടെ നിൽപ്പ്, പരിഹാസികളുടെ രസിച്ചുള്ളതായിരിക്കുന്ന ഇരിപ്പ് ജീവിതത്തിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. സിൻ ഈസ് ഓൾവേസ് പ്രോഗ്രസീവ്. അത് വർത്തമാനമായിട്ടാണ് വരുന്നത്, അത് അഭിവൃദ്ധിപ്പെട്ടു വരികയാണ്. ദൈവം ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നടപ്പ്. അത് എന്തിലേക്ക് തിരിഞ്ഞു? അത് നിൽപ്പിലേക്ക് തിരിഞ്ഞു. പിന്നീട് എന്തായി? അത് ഇരിപ്പിലേക്കായി. ഞാനിത് പറയുമ്പോൾ ജീവിതത്തിൽ ചില പാപം തുടങ്ങിയ ദൈവമക്കൾ കരുതലോടെ മനസ്സിലാക്കണം. ഒരു സമയത്ത് കൂട്ടുകാർ, അവർ മദ്യപാനികളും തോന്നിവാസം ജീവിക്കുന്നവരുമായിരുന്നു. ദൈവത്തിൻ്റെ വചനം വന്ന് കേട്ടു, ജീവിതത്തെ തൊട്ടു ഒരു മാനസാന്തരം ഒരു ചെറുപ്പക്കാരനോ നിങ്ങൾക്കോ ഉണ്ടായി. ഇപ്പോൾ പണ്ടത്തെ പോലെ അവരുമായി തോളത്ത് കൈപിടിച്ച് നടക്കുന്നില്ല. പക്ഷെ അവർ വിളിക്കുകയാണ്, നീ ഒന്ന് പോരെ ഞങ്ങളുടെ കൂടെ. എങ്ങോട്ടാ പോകുന്ന? ബാറിലേക്കാണ്. ഞാൻ വരില്ല. ഒരു കാര്യം ചെയ്തു, ഞങ്ങളൊന്ന് കയറാം. നിനക്ക് ആ ബാറിൻ്റെ വാതിൽ വരാൻ പാടില്ല, അവിടെ ഒന്ന് ഞങ്ങളുടെ ബൈക്കിൻ്റെ അടുത്ത് നിന്നു. അതിന് കുഴപ്പമില്ല. നടന്ന് അവിടം വരെ ചെന്നേ ഉള്ളൂ. പിന്നത്തതായ പ്രാവശ്യം വന്ന്, നീ കുടിക്കേണ്ട, ഞങ്ങളുടെ കൂടെ ഒന്ന് ഇരിക്കാൻ പാടില്ല. എത്ര നാൾ നമ്മൾ ഒന്നിച്ചിരുന്ന് കുടിച്ചതാ. നീ ഇപ്പോൾ മദ്യപാനം നിർത്തി, ശരിയാണ്. പല പ്രാവശ്യം നിർബന്ധിച്ചപ്പോൾ കുടിച്ചില്ല, മേശയിൽ പോയി ഇരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അവസാനം എന്തിലേക്കായി? മദ്യപാനത്തിലേക്കായി. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടന്നു, ആലോചന പ്രകാരം ഇരുന്നു, അവസാനം കുഴപ്പത്തിലേക്കായി. സിൻ ഈസ് ഓൾവേസ് പ്രോഗ്രസീവ്. ഞാനിത് പറയുന്നതിനറിയാമോ? ചിലർ പ്രേമം തുടങ്ങിയിട്ടുണ്ടോ, അപകടത്തിലേക്കാണ് പോകുന്നത്. നൂറുകണക്കിന് അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. വളരെ വ്യക്തമായൊരു നിർദ്ദേശം കർത്താവ് ഇവിടെ നൽകുന്നുണ്ട്. 3 അരുതുകളാണ് പറയുന്നത്. 3 പേരോടും, ദുഷ്ടന്മാരോടും, പാപികളോടും, പരിഹാസികളോടും പറയാനുള്ളത് പാടില്ല ദൈവമക്കളെ. എന്താണ്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. നിർത്താവുന്ന നിങ്ങൾക്കത്. മദ്യപാനത്തിലേക്ക് വീണ്ടും പോയി തുടങ്ങിയവരുണ്ട്. ഒരിക്കൽ വേണ്ടാന്ന് വെച്ചതിന് ശേഷം വൃത്തികെട്ട ചില പാപങ്ങൾ, ഫോൺ വിളികൾ, ദൈവത്തിൻ്റെ സ്തോത്രം, TV-യിൽ കൂടി ചില അരുതാത്ത പടങ്ങൾ, ചില ബ്ലൂ ഫിലിമുകൾ. ദൈവമക്കളെ, ഇതൊന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് നേരിട്ട് പറയുന്നതാണ്. ഇത് കേട്ടില്ല നിങ്ങൾക്ക് പറയാൻ ഒക്കുകയില്ലോ. കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പാവപ്പെട്ട അടിയൻ്റെ നാവിൽ കൂടി തന്നതായിരിക്കുന്ന സ്വർഗീയമായിരിക്കുന്ന സന്ദേശം, ദൈവത്തിൻ്റെ സ്തോത്രം, നിങ്ങൾ കേട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വെച്ചുകൊണ്ട് നിങ്ങളെ ന്യായം വിധിക്കുന്ന ദിവസമുണ്ട്. നിങ്ങളെ വിധിക്കല്ല ഞാൻ പറയുന്നത്. ഒരു പാവപ്പെട്ട ദൈവദാസൻ അവിടെ നിന്നുകൊണ്ട്
നിന്റെ തെറ്റായിരിക്കുന്ന പ്രവണതകൾക്ക് ഇന്ന് സുല്ലുഭരണം നിർത്തുന്ന ദിവസമായിരിക്കണം എന്ന് പറഞ്ഞത് നിങ്ങൾ അംഗീകരിച്ചോ? ഇല്ലെങ്കിൽ അപകടമാണ്. ഞാനൊരിക്കൽ യുവാക്കന്മാരുടെ മീറ്റിങ്ങിൽ പറയുകയുണ്ടായി, ഒരു രാജാവ് വേട്ടയാടാൻ പോയിട്ട് വനാന്തരത്തിൽ നടന്ന കാര്യങ്ങൾ പറയുന്നു. ഒരു തള്ളപ്പുലിനെ അതിങ്ങനെ മയങ്ങി കിടക്കുകയായിരുന്നു. അതിനെ വെടിവെച്ച് കൊന്നു. പിന്നീട് ആ ചത്ത പുലിയുടെ അടുത്തേക്ക് നോക്കിയപ്പോൾ അതിൻ്റെ മല പിടിച്ചുകൊണ്ട് കിടക്കുന്നതായ പൂച്ചക്കുഞ്ഞിനെ പോലുള്ളതായിരിക്കും 4-5 പുലിക്കുട്ടികൾ, കൊച്ചുകുട്ടികൾ. ദൈവത്തിന് സ്തോത്രം. ഈ രാജകുമാരന് ഒരു മകനുണ്ട്. വിവാഹം കഴിഞ്ഞ് 5-6 വർഷങ്ങൾക്ക് ശേഷം കിട്ടിയതായിരിക്കുന്ന ഒരു ഓമന മകൻ. സ്നേഹവാത്സല്യത്തോടെ കൈ വളരുന്നു, കാല് വളരുന്നു നോക്കി നോക്കി വളർത്തിക്കൊണ്ട് വന്നു. കൊച്ചിൻ്റെ കയ്യിൽ കളിക്കാൻ കൊടുക്കാമല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ പൂച്ചക്കുഞ്ഞിനെ പോലുള്ളതായി പുലിക്കുട്ടി വിളിച്ചുകൊണ്ട് പോയി. അതിന് പാലൊക്കെ കൊടുത്ത് കൊച്ചിനെ വളർത്തി ഒന്നിച്ച് കളിച്ചുകൊണ്ടൊക്കെ നടന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. വിശാലമായിരിക്കുന്ന കൊട്ടാരക്കെട്ടിൻ്റെ മുറ്റത്തോടെ ഈ പുലിയും കൊച്ചുങ്ങളെല്ലാം ഓടി നടക്കും. ഒരു ദിവസം എങ്ങാണ്ട് തട്ടി വീണു ഈ കൊച്ച്. ദൈവത്തിന് സ്തോത്രം. ആ സുന്ദരനായിരിക്കും സുമുഖനാണെന്ന തുടുത്ത ശരീരം അത് ചെന്ന് എവിടെയും വീണ് മുട്ടി ചോര ഇങ്ങനെ വലിച്ചു. ആ ചോരയുടെ മണം അത് പുലിക്ക് വലിയ ഇഷ്ടമാണ്. അത് ചെന്ന് ആകർഷിച്ചു. പുലി ഇങ്ങനെ ആ ചോര ഇങ്ങനെ വലിച്ചു കുടിച്ചോണ്ടിരുന്നു. മനുഷ്യൻ്റെ ചോര അകത്തേക്ക് നേടിപ്പിക്കാൻ അതിൻ്റെ വൈര്യം ദൈവമക്കളെ അത് മൂർച്ഛിച്ചു. എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വായിൽ കൊച്ചിൻ്റെ കരച്ചിൽ കേട്ടുകൊണ്ട് അപ്പനും അമ്മയും കൂടെ രാജാവും രാജകുമാരും കൂടെ വന്നപ്പോൾ കൊച്ചിനെ ചവിട്ടി അങ്ങോട്ട് കീറി തിന്നു. ഞാൻ ഇതിനെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായി. എല്ലാവരും ഒന്ന് കേട്ടേ. പുലിനെ വളർത്തുന്ന ആരെങ്കിലും ഉണ്ടോ? പാപം പൈശാചികമാണ്. പാപം നിന്നെ നിത്യ നരകത്തിലേക്കും നാശത്തിലേക്കും നിന്നെയും നിന്റെ കുടുംബത്തെയും തകർത്ത് കളയും. Kill that bad habit before it kills you. ഓരോ ആൺകുട്ടിയും ഓരോ പെൺകുട്ടിയും പാപത്തിൽ പരിശീലിക്കുന്ന ഓരോ വ്യക്തിയും കേട്ടില്ല എന്ന് വെക്കരുത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പോക്ക് തെറ്റാണ് എന്ന ഏതെങ്കിലും ചെറിയ ബോധ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്നുവെങ്കിൽ അതിനോട് എന്നേക്കുമായി ഒരിക്കലായി ഈ നിമിഷം യാത്ര പറഞ്ഞുകൊള്ളണം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. 1, പാപികളുടെ വഴിയിൽ നിൽക്കരുത്. 3, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. അത് കുഴപ്പമാണ്. ഒന്നിലേക്ക് നയിക്കും. ദൈവത്തിന് സ്തോത്രം. മദ്യപാനമൊക്കെ അങ്ങനെയല്ലേ തുടങ്ങിയത്? നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 3 കാര്യങ്ങൾ പത്രോസ്ലീഹയുടെ ജീവിതത്തിൽ തകർച്ചയിലേക്ക് നയിച്ചു. പത്രോസ്ലീഹയുടെ ജീവിതത്തിൽ ഒരു വലിയ അപഭ്രംശമാണ് പത്രോസ്ലീഹയുടെ ജീവിതത്തിൽ നടന്നത്. വേഗം വായിച്ച്. ദൈവത്തിന് സ്തോത്രം. പത്രോസ്ലീഹയുടെ നടപ്പും പത്രോസ്ലീഹയുടെ ഇരിപ്പും എന്തിലേക്ക് നയിച്ചു? മർക്കോസ് 14:54 വേഗം വായിച്ച്. പത്രോസ് മഹാപുരോഹിതന്റെ അരമനയ്ക്കകത്തോളവും അവനെ ദൂരവേ അനുഗമിച്ചു. ദൈവത്തിന് സ്തോത്രം. പത്രോസ് നടക്കുക കേട്ടോ. യേശുക്രിസ്തുവിനെ അങ്ങ് കാണാം. അത് ഈ ലൂക്കോസ് 22:54 വളരെ വ്യക്തമായിട്ട് അവൻ അകലം വിട്ട് നടന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അകലം വിട്ട് നടന്നു. ഓരോരുത്തരും അവനവൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചോളണം. പത്രോസിനെ കുറ്റം പറയാനല്ല. കർത്താവിനെ കാണാം, പക്ഷെ ചേർന്ന് നടക്കുകയല്ല, അകലം വിട്ട് നടക്കുകയാണ്. പയ്യെ പയ്യെ കൂട്ടായ്മയിൽ നിന്ന് അകന്നോ? ദൈവത്തിൽ നിന്ന് അകന്നോ? പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് അകന്നോ? അപകടമാണ് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നടന്ന് അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കർത്താവായ യേശുക്രിസ്തുവിനകത്ത് വിസ്തരിക്കുകയാണ്. കർത്താവിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയതായിരിക്കുന്ന പട്ടാളക്കാരും ചേവകരും നല്ല തണുപ്പുള്ളതായിരിക്കുന്ന സമയത്ത് തീ കത്തിച്ച് കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പത്രോസ്ലീഹ എന്ത് ചെയ്തു? യോഹന്നാൻ 18:18 വായിച്ച്. യോഹന്നാൻ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഞെട്ടലോടെ നിങ്ങളത് കേൾക്കണം. ദൂരവേ നടന്നു. പിന്നെ നിന്ന കാര്യം എവിടെയാണ്? അന്ന് കുളിറാകൊണ്ട് ദാസന്മാരും ചേവകരും കനൽ കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരുന്നു. തീ കാഞ്ഞുകൊണ്ട് ഒരു കൂട്ടം പട്ടാളക്കാരിരുന്നു. പത്രോസും അവരോടുകൂടെ തീ കാഞ്ഞുകൊണ്ട് നിന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവമേ, വചനം എത്ര വ്യക്തമായിട്ട് നമുക്ക് കാര്യങ്ങൾ പൊരുളിരിച്ച് പറഞ്ഞു തരുന്നു. അവിടെ ചെന്നപ്പോൾ തീ കാഞ്ഞു. അവിടെ ചെന്നങ്ങ് നിന്നു. ഒരു ചെറിയ ചൂടൊക്കെ ഉണ്ട്. അവരുടെ കൂടെ ഒന്നും ഞാൻ ഇരിക്കണമൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാലും ഈ ചൂട് ഒന്ന് കിട്ടുമ്പോൾ ഒരു രസമുണ്ടല്ലോ. കുറച്ചു നേരം നിന്ന് കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി? ദൈവത്തിന് സ്തോത്രം. 22 ലൂക്കോസ് 22:55 വായിച്ച്. 22:55. അവർ നടുമുറ്റത്തിന്റെ മധ്യേ തീ
കത്തിച്ച് ഒന്നിച്ചിരുന്നപ്പോൾ പത്രോസും അവരുടെ ഇടയിൽ ഇരുന്നു. കേട്ടോ നിങ്ങളെല്ലാരും? ദൂരവേ അകലം വിട്ട് നടന്നു, തീയുടെ അടുത്ത് പട്ടാളക്കാരോട് ചേർന്ന് നിന്നു, കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവരുടെ കൂടെ ഇരുന്നു. ഇനി ഞാൻ വിശദീകരിക്കണം ബാക്കി. ആ തീ ഇങ്ങനെ ആളിക്കത്തിയപ്പോൾ പത്രോസ്ലീഹായുടെ മുഖം വെളിപ്പെട്ടു. ഒരു പെണ്ണ് ചോദിക്കാ, ഞാൻ നിന്നെ കണ്ടിട്ടുണ്ടല്ലോ യേശുവിൻ്റെ കൂടെ. യേശുവിൻ്റെ കൂടെ കണ്ടല്ലോ, യേശുവിൻ്റെ ശിഷ്യനല്ലേ നീ? ദൈവത്തിന് സ്തോത്രം. എന്ത് പറഞ്ഞു? ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് പ്രാഗി. ഞാൻ വേദവാക്യം വായിക്കാൻ സമയം എടുക്കുന്നില്ല. തലയെ കൈവച്ച് പ്രാഗി. യേശു അകത്ത് ഇന്ന് കേൾക്കുന്നുണ്ടാവും. വിസ്താര രംഗത്ത് നിൽക്കുകയാണ് പൊന്നു പ്രാണപ്രിയൻ. ഇവന്റെയും കൂടി പാപത്തെ ചുമന്നുകൊണ്ട് കാൽവറിയിലേക്ക് പോകുന്നതായ ദൈവത്തിന്റെ സ്തോത്രം ആ യാത്രാമധ്യേ ഇപ്പോൾ വിസ്താര രംഗത്ത് നിൽക്കുകയാണ്. ഏറ്റവും മുൻപന്തിയിൽ സ്നേഹിച്ച് വാത്സല്യിച്ച് ചേർത്ത് നടത്തിയായിരിക്കുന്ന പത്രോസ്ലീഹ തലയെ കൈവച്ച് പ്രാഗി 3 പ്രാവശ്യം കർത്താവായ യേശുക്രിസ്തുവിനെ ബന്ധിക്കുവാൻ വന്നതായിരിക്കുന്ന പട്ടാളക്കാരുടെ കൂടെ ഇരുന്ന് ചൂട് കാഞ്ഞുകൊണ്ട് തള്ളിപ്പറയുന്നു. ഇത് നിങ്ങൾക്കൊരു ഭയനിർദ്ദേശമായി മാറട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. പത്രോസ്ലീഹ അവിടെ ഇരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ ഇവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ എന്നുള്ള വിധി കിട്ടി. കർത്താവ് ഇങ്ങോട്ട് പോരുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പത്രോസ് ഒന്ന് എഴുന്നേറ്റു. എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ കർത്താവ് പത്രോസിനെ ഒന്ന് തിരിഞ്ഞ് നോക്കി. ആ നോട്ടം ഇന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും നേരെ ഉണ്ട് കേട്ടോ. എൻ്റെ കർത്താവ് എന്നെ നോക്കുന്നുണ്ട്. കർത്താവ് ഒന്ന് തിരിഞ്ഞു നോക്കി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പത്രോസ് അത് കണ്ടു. കാരണം പത്രോസിന്റെ കണ്ണും യേശുവിൻ്റെ കണ്ണും തമ്മിൽ ഇടഞ്ഞു. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ദൈവമക്കളെ വല്ലതും തോന്നുന്നുണ്ടോ? ഹല്ലേലൂയ, 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 നന്ദിയോടെ സ്തോത്രം. നിങ്ങൾ ബാക്കി എല്ലാം അങ്ങ് മറന്നേ. എൻ്റെ യേശു ഞാൻ പാപം ചെയ്യുന്നത് കണ്ടും കേട്ടും അറിഞ്ഞും പക്ഷെ എന്നെ തള്ളിക്കളയാതെ സ്നേഹവാത്സല്യത്തോടെ എന്നെ അങ്ങ് നോക്കുകയാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പത്രോസ് അതിദുഃഖത്തോടെ പുറത്തു പോയി കരഞ്ഞു. ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ കരച്ചിൽ കർത്താവിൻ്റെ ഉള്ളത്തെ തൊട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ ഈ പത്രോസ്ലീഹ തള്ളിപ്പറഞ്ഞ പാപത്തെയും കൂടി ഏറ്റുകൊണ്ട് ക്രൂശിന്മേൽ അവസാനത്തെ തുള്ളി രക്തം വരെയും ഒഴുക്കി തന്ന് മരിച്ചു. നിങ്ങളുടെ കണ്ണുകൾ അങ്ങോട്ട് വരട്ടെ. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ ഇതാ പിടഞ്ഞു മരിക്കുന്നു. അത് പത്രോസിൻ്റെയും കൂടി പാപത്തിന് വേണ്ടിയിട്ടാണ്. പത്രോസ്ലീഹ അവിടെ ഇല്ല. കർത്താവായ യേശുക്രിസ്തു അടക്കപ്പെട്ടു. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലിൽ ആണിപ്പഴുതുണ്ട്, രക്തം മാർന്നൊലിക്കുന്നുണ്ട്. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അന്തരംഗത്തിൽ സ്നേഹനിധിയായിരിക്കുന്ന പത്രോസ്ലീഹായുടെ ആ കണ്ണുനീരിപ്പോൾ വ്യക്തമായി ബോധ്യം കിട്ടി കാണുന്നുണ്ട്. കർത്താവ് നടക്കുകയാണ് തിബിരിയാസ് കടലിൻ്റെ കരയിലേക്ക്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ മീൻ പിടിച്ചുകൊണ്ട് ബാക്കി ശിഷ്യന്മാരെയും എല്ലാം വിളിച്ചുകൊണ്ട് വീണ്ടും പിന്മാറ്റത്തിലേക്ക് പോയ പത്രോസ്ലീഹ കർത്താവായ യേശുക്രിസ്തു കരയിൽ നിന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം പത്രോസ്ലീഹായെ സ്നേഹവാത്സല്യത്തോട് ക്ഷണിക്കുകയാണ്. പത്രോസ്ലീഹ ഓടി ഇറങ്ങി വന്നു ഒരു കാര്യം ചോദിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പത്രോസേ, എനിക്ക് നിന്റെ മീനൊന്നും വേണ്ട, എനിക്ക് നിന്റെ സ്നേഹം വേണം. എനിക്ക് നിന്റെ സ്നേഹമുള്ള ഹൃദയം വേണം. നീ എന്നെ മറന്നു, നീ എന്നെ തള്ളിപ്പറഞ്ഞു, നീ നിന്റെ കൂട്ടുകാരെയും വഴിതെറ്റിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ സ്തോത്രം വിട്ടുപോകാത്ത ഒന്നുണ്ട്, അതെൻ്റെ സ്നേഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. ആ പത്രോസ്ലീഹ എന്ത് പറഞ്ഞു? കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. ഇന്നൊന്ന് തെറ്റിതിരുത്താമോ? നന്ദിയോടെ സ്തോത്രം. കർത്താവ് നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ
തിബിരിയാസ് കടൽ തീരമായി മാറട്ടെ. എന്നെ നിങ്ങൾ മറക്ക്, എന്നെയും കൂടി തേടി എൻ്റെ കർത്താവ് വന്നിട്ടുണ്ട്. എന്തിനാ വന്നിരിക്കുന്നത്? സ്നേഹം തേടിയാണ് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനൊരു വാക്ക് കേട്ടാൽ കൊള്ളാവുന്നുണ്ട്. കർത്താവേ, ലോകത്തിൽ എന്തിനേക്കാൾ അധികമായി ഞാൻ എനിക്ക് വേണ്ടി ജീവൻ തന്ന് സ്നേഹിച്ച എൻ്റെ യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നു. സമ്മതമാണോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. ഇത് നിങ്ങൾ കേട്ടോ? ലോകത്തിൽ എന്തിനേക്കാൾ അധികമായി കർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. അങ്ങനെ അന്തരംഗത്തിൽ ആ സ്നേഹം ആളിക്കത്തുന്ന ദൈവമക്കൾക്ക് സ്വർഗം കേൾക്കെ ശബ്ദത്തിലൊരു വാക്ക് പറയാം. കർത്താവേ, ഞാൻ നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു. ഒന്ന് പറഞ്ഞേ, ഞാൻ നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെല്ലാം പറഞ്ഞത് കേട്ടു? നന്ദിയോടെ സ്തോത്രം. ഏത് പാപത്തെക്കാളും ലോകത്തിലെ എന്ത് വിശിഷ്ട വസ്തുവിനേക്കാളും അധികമായി എൻ്റെ കർത്താവേ, ഇന്ന് ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. തീരുമാനമുണ്ടോ? എങ്കിലൊന്ന് കരവും കൂടി ഉയർത്തിക്കുക. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെല്ലാം പറഞ്ഞു ഞാൻ നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ പാപത്തെ വെറുക്കുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം.